പ്രിയപ്പെട്ടവരെ, നാളെ ഈ സമയമാകുമ്പോഴത്തേക്കും പിണറായിസം അവസാനിച്ചിട്ടുണ്ടാവും. മരുമോനിസവും മിക്കവാറും അവസാനിക്കും. പിന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കള്ളവുമില്ല, ചതിവുമില്ലാത്ത, അക്രമമില്ലാത്ത, അഴിമതിയില്ലാത്ത വളരെ സമത്വസുന്ദരമായൊരു ഭരണമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. മുഖ്യമന്ത്രി സതീശനാണോ, അതോ രമേശ് ചെന്നിത്തലയാണോ, അതുമല്ലെങ്കിൽ കെ സി വേണുഗോപാലാണോ, ഇനി ഒത്തീർപ്പ് സ്ഥാനാർത്ഥി എന്നുള്ളതിലേക്ക് സണ്ണി ജോസഫ് ആയിരിക്കുമോ, അറിയില്ല. മുഖ്യമന്ത്രി സ്ഥാനം മുസ്ലിം ലീഗ് ഏറ്റെടുക്കും എന്ന കാര്യത്തിൽ പോലും നമുക്ക് സംശയമുണ്ട്. അതിനും സാധ്യതയുണ്ട്, തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ പല നേതാക്കളും MLA ആയിട്ട് മത്സരിക്കുന്ന പല ആളുകളും മന്ത്രിസ്ഥാനത്തെ കൂടി കരുക്കൾ നീക്കി തുടങ്ങി. മുഖ്യമന്ത്രി മാത്രം പോരല്ലോ, സാധാ മന്ത്രിമാരും വേണം. അതിൽ കോൺഗ്രസ്സിൽ പല ആളുകളുണ്ട്. ലീഗിൽ തന്നെ നമ്മുടെ കുഞ്ഞാലിക്കുട്ടിയുണ്ട്. അതുകൂടാതെ ഷംസുദ്ദീൻ തയ്യാറായി നിൽപ്പുണ്ട്. TV ഇബ്രാഹിം ഇത്തവണ പരിഗണിക്കപ്പെടാവുന്ന ഒരാളാണ്. ആ മഞ്ഞളാങ്കുഴി എനിക്ക് ഒരവസരം കൂടി കിട്ടിയേക്കാം. 4 മന്ത്രിയായിരിക്കും 5 മന്ത്രിയായിരിക്കും എന്ന് സംശയമുണ്ട്. ഏതായാലും ഞാൻ ഈ നേരത്തെ പറഞ്ഞ 4 പേർക്കും അവസരം ഉറപ്പാണ്. പിന്നെ കേരള കോൺഗ്രസിൻ്റെ കാര്യം അതിനേക്കാൾ രസമാണ്. കേരള കോൺഗ്രസിന് 7 MLA ജയിച്ചു വരും എന്നാണ് അവരുടെ പ്രതീക്ഷ. ഇനി MLA 2 ഉള്ളെങ്കിലും മന്ത്രിസ്ഥാനം 3 വേണം എന്നാണ് അവരുടെ ആവശ്യം. അതായത് നമ്മുടെ മോൻസ് ജോസഫിനെ ഏതായാലും മന്ത്രിയാക്കണമല്ലോ. പിന്നെ പി ജോസഫിൻ്റെ മകൻ അപ്പു ഉണ്ട്. അദ്ദേഹം നിയമസഭയിൽ പോയി വെറുതെ കടല കുറിച്ചുകൊണ്ടിരിക്കേണ്ട ഒരാളല്ലോ. പുള്ളിയും നിയമസഭാംഗമാവുന്നതിന് മുമ്പ് തന്നെ മന്ത്രിയായിട്ട് വേണം അസംബ്ലിയിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അദ്ദേഹത്തിനൊരു അവസരം കൊടുക്കും. അങ്ങനെ വരുമ്പോൾ വേറൊരു പ്രശ്നം, ഇരിങ്ങാലക്കുടയിൽ ജയിക്കാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ തോമസ് ഉണ്ണിയാടനും ഒരു ക്ലെയിമുണ്ട്. പുള്ളി മാണി ഗ്രൂപ്പ് വിട്ട് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഒരു മന്ത്രിയാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ന്യായമായിട്ട് പരിഗണിക്കും. പുള്ളി നേരത്തെ ചീഫ് വിപ്പ് ആയിരുന്നുള്ള ആളാണ്. അപ്പോൾ ഇങ്ങനെ അവിടെ ജോസഫ് ഗ്രൂപ്പുകാർ നിൽക്കും. മറിച്ച് പിന്നെ CP ജോണിൻ്റെ പാർട്ടിയിൽ ജോണിന് തീർച്ചയായിട്ടും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടേണ്ട ആളാണ്. പിന്നെ NCP-K എന്നൊരു പാർട്ടിയുണ്ട്. അതിൻ്റെ അനിഷേധ്യ നേതാവ് നമ്മുടെ മാണി C കാപ്പനാണ്. കാപ്പൻ ജയിച്ചാൽ പുള്ളിക്ക് ഒരു മന്ത്രിസ്ഥാനം കിട്ടണം. RSPക്ക് 2 MLA ഒന്ന് ഉല്ലാസ് കോവൂർ, മറ്റത് ഷിബു ബേബി ജോൺ. 2 പേർക്കും മന്ത്രിയാവേണ്ട, ഒരാൾക്കെങ്കിലും മന്ത്രിയായേ പറ്റുള്ളൂ. അല്ലെങ്കിൽ RSPയുടെ പ്രാതിനിധ്യം ഇല്ലാണ്ട് ഇപ്പോൾ. അപ്പോൾ ഇങ്ങനെയാണ് ഘടകകക്ഷികളായിരുന്നു. കോൺഗ്രസ്സിലാണെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്, K മുരളീധരനുണ്ട്, സണ്ണി ജോസഫുണ്ട്, റോജി M ജോണുണ്ട്, സജീന്ദ്രനുണ്ട്, നമ്മുടെ AP അനിൽകുമാറുണ്ട്. അങ്ങനെ മറ്റും ഒരുപാട് പേര് അവിടെ റെഡിയായിട്ട് നിൽക്കുക. അത് മന്ത്രിമാരാകാൻ ആളെ കിട്ടാത്ത ബുദ്ധിമുട്ട് ഒരിക്കലും കോൺഗ്രസ്സിൽ സംഭവിക്കുകയില്ല. ഒരുപാട് പേര് തയ്യാറായി ഞാൻ എന്ന് പറഞ്ഞ് സന്നദ്ധരായി നിൽക്കുകയാണ്. സത്യപ്രതിജ്ഞയ്ക്ക് ഗവർണർ വിളിച്ചാൽ മാത്രം മതി, ബാക്കി എല്ലാ സംഗതിയിലും ജോറായിട്ടിരിക്കുകയാണ്. ഞാൻ പറയാൻ പോകുന്നത്, ഇതുകൊണ്ട് പ്രശ്നം തീരുന്നില്ലല്ലോ. മന്ത്രിമാരായി, സ്പീക്കറായി, പിന്നെ സ്പീക്കറെ ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുക്കണം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു പക്ഷേ സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടേക്കാം. ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് ഏതെങ്കിലും ഘടകകക്ഷിയുടെ MLA വരാനാണ് സാധ്യത എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ ഇതുകൂടെ കൊണ്ടും പ്രശ്നങ്ങൾ തീരെയല്ല. വേറെ ഒരുപാട് ക്ലെയിമുണ്ട്. ഉദാഹരണത്തിന് സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ, സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ, അതുപോലെ മുന്നോക്ക സമുദായ കോർപ്പറേഷൻ ചെയർമാൻ, വാഴപ്പിണ്ടി വികസന കോർപ്പറേഷൻ്റെ ചെയർമാൻ, ഇങ്ങനെയുള്ള ഒരുപാട് വേക്കൻസികൾ പുറകെ വരും. അപ്പോൾ ഇതിനെ തീർച്ചയായിട്ടും മത്സരിക്കാത്ത ആളുകളായിരിക്കും മുന്നിട്ട് വരിക. കാരണം മത്സരിക്കാത്തവർ അല്ലെങ്കിൽ മത്സരിച്ച് തോറ്റവർ, ഇവർക്ക് കൊടുക്കാനുള്ള ചില ലാവണങ്ങളാണിതൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പരിഗണിക്കപ്പെടേണ്ടുന്ന ഒരാളുടെ ഒരു ശുപാർശയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സത്യത്തിൽ ഈ വീഡിയോ ചെയ്തത്. അല്ലാണ്ട് മുഖ്യമന്ത്രി ആരായാലും മന്ത്രിമാരാരെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമല്ല. അപ്പോൾ ആരായാലും നമുക്ക് സഹിച്ചാൽ മാർഗവും, സഹിക്കല്ലാതെ വേറെ രക്ഷയില്ല. പിന്നെ ഇവരെ ആരും അഴിമതി മുക്ത കേരളം ഉണ്ടാക്കാൻ വേണ്ടി ഈ സ്ഥാനത്ത് വരുന്നവരും അല്ലല്ലോ. അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് സംശയമൊന്നും വേണ്ട. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, നമ്മൾ പരിഗണിക്കപ്പെടേണ്ടുന്ന ഒരാളുടെ പേര് വിട്ടുപോകരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത് സാഹിത്യ അക്കാദമിയിലല്ല, സംഗീത നാടക അക്കാദമിയിലാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതല്ലെങ്കിൽ മറ്റ് ചില സ്ഥലങ്ങളിലേക്ക് പരിഗണിക്കും. ഗുരുവായൂർ ദേവസ്വം കമ്മിറ്റി, അതല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പരിഗണിക്കപ്പെടാവുന്ന ഒരാളുടെ പേരാണ് ഞാൻ പറയുന്നത്. അത് ഈ സമീപകാലത്ത് മുസ്ലിം ലീഗ് ചേർന്ന ഞരളത്ത് ഹരിഗോവിന്ദൻ എന്ന് പറഞ്ഞ ഒരു സോപാന ഗായകനാണ്. ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഞരളത്ത് രാമപൊതുവൾ വലിയ പേരുകേട്ട ഗായകനായിരുന്നു. അദ്ദേഹം, എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് എറണാകുളം മഹാരാജാസ് കോളേജിൽ ഇടയ്ക്ക കൂട്ടിക്കൊണ്ട് കോളേജ് യൂണിയൻ ഇനാഗുറേറ്റ് ചെയ്തു. അപ്പുറം ഇപ്പുറമുള്ള കോളേജിലൊക്കെ
സിനിമാ നടന്മാരെ കൊണ്ടുവന്നിട്ടാണ് യൂണിയൻ ഇനാഗുറേറ്റ് ചെയ്തത്. അപ്പോൾ മഹാരാജ് കോളേജിൽ ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് ഇടയ്ക്ക കുട്ടി കൂടുതലേ യൂണിയൻ ഇനാഗുറേറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തത് ഒരു വലിയ അറിയപ്പെടുന്ന കലാകാരനെന്നും അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ ഹരിഗോവിന്ദ്. ഹരിഗോവിന്ദൻ ഈ കഴിഞ്ഞ ദിവസം വരെ ഒരു ഹിന്ദുത്വ പക്ഷപാതിയായിരുന്നു. BJP പോലെ നടന്നിരുന്ന ആളാണ്. പക്ഷെ പെട്ടെന്ന് പുള്ളിക്ക് ഒരു ഉൾവിളി ഉണ്ടായിട്ട് അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ ചേർന്നു. മുസ്ലിം ലീഗിൽ ആർക്കും ചേരാം, മുസ്ലിം ലീഗിൽ മാത്രമേ ചേരാവൂ എന്ന് നിർബന്ധമൊന്നുമില്ല. ഏതായാലും ഹരിഗോവിന്ദൻ പാർട്ടിയിൽ ചേരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് വന്നപ്പോൾ പാണക്കാട് തങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. താങ്കൾ ചേരൂ എന്ന് പറഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പ് പേരെഴുതി ഒപ്പിട്ട് കീറിക്കൊടുത്തു. അങ്ങനെ പാണക്കാട് തങ്ങളുടെ തൃക്കൈയിൽ നിന്നും അകത്തു സ്വീകരിക്കാൻ ഭാഗ്യമുണ്ടായ ഒരാളാണ് ഹരിഗോവിന്ദൻ. പക്ഷെ പ്രശ്നം പറ്റിയതെന്ന് വെച്ചാൽ ഹരിഗോവിന്ദനെ ഇപ്പോൾ ഒരു സ്ഥലത്തും ക്ഷേത്രങ്ങളിൽ പരിപാടിക്ക് വിളിക്കുന്നില്ല. സോപാന സംഗീതമാണെങ്കിൽ മാർക്കറ്റ് പാടാനും പറ്റുകയില്ല. പാടാം നമുക്ക്, പക്ഷേ അതിനൊക്കെ വേദി ഉണ്ടാക്കണം, അരങ്ങുണ്ടാക്കണം. ഈ ഹരിഗോവിന്ദൻ തന്നെ മുസ്ലിം ലീഗിൽ ചേരാതെ നമ്മുടെ CPM-ലാണ് ചേർന്നെങ്കിൽ അവർ ഒരുപാട് അരങ്ങൾ ഉണ്ടാക്കി കൊടുത്തത്. DYFIയുടെ പരിപാടികൾക്ക് അല്ലെങ്കിൽ CITUവിൻ്റെ പരിപാടിക്കൊക്കെ ഇദ്ദേഹത്തെ വിളിക്കും. അദ്ദേഹത്തിൻ്റെ സോപാന സംഗീതം വിപ്ലവകരമായ പരിവർത്തനങ്ങളോട് കൂടിയിട്ട് അവിടെ അവതരിപ്പിക്കും. അദ്ദേഹത്തെ പാർട്ടി അംഗീകരിച്ച ഒരു കലാകാരനായിട്ട് മാറ്റി ചെയ്തത്. പക്ഷേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇദ്ദേഹം ചേർന്നത് മുസ്ലിം ലീഗിലാണ്, കോൺഗ്രസിൽ പോലും അല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ക്ഷേത്ര കമ്മിറ്റികൾ മിക്കവാറൊക്കെ തന്നെ ഒന്നുകിൽ BJP ആയിരിക്കും, അല്ലെങ്കിൽ CPM ആയിരിക്കും ഭരിക്കുന്നത്. കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന ക്ഷേത്ര കമ്മിറ്റികൾ പോലും കുറവാണ്. അപ്പോൾ അവിടെ ഹരിഗോവിന്ദനെ വിളിക്കാൻ സാധ്യമല്ല. CPM-കാരും വിളിക്കില്ല, BJP-കാരും വിളിക്കില്ല. കോൺഗ്രസ്സുകാരുണ്ടെങ്കിലും വിളിക്കാൻ അവർക്ക് ധൈര്യം വരില്ല, കാരണം മറ്റൊരൊന്നും ലളയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി സമീപകാലത്തൊന്നും നമ്മുടെ ഹരിഗോവിന്ദന് ഒരു ക്ഷേത്രത്തിലും പാടാൻ പറ്റിയതുമില്ല. അങ്ങനെ വരുമ്പോൾ ഇയാൾക്ക് ജീവിക്കണ്ടേ? അതിനെന്ത് ചെയ്യാൻ പറ്റും? അതിന് എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ പുള്ളിയെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കോ ഗുരുവായൂർ ക്ഷേത്ര ഭരണസമിതിയിലേക്കോ അതുമല്ലെങ്കിൽ മലബാർ ദേവസ്വം ബോർഡിലേക്കോ നാമനിർദ്ദേശം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഉപജീവനമാർഗവും ഈ സംഗതികളൊക്കെ ജോറായിട്ട് ജില്ലായിട്ട് നടക്കും. അപ്പോൾ ആ ഹരിഗോവിന്ദനെ പാണക്കാട് തങ്ങൾ മുൻകൈയെടുത്ത് ഒന്നുകിൽ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയിലേക്ക്, അതല്ലെങ്കിൽ മലബാർ ദേവസ്വം ബോർഡിലേക്ക്, അതുമല്ലെങ്കിൽ സംഗീത നാടക അക്കാദമിയുടെ ചെയർപേഴ്സണായിട്ടു, അങ്ങനെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട തസ്തികയിൽ അദ്ദേഹത്തെ നിയമിക്കാൻ വേണ്ട ഏർപ്പാട് ചെയ്യണം. അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ചേർന്നു എന്ന കാരണത്താൽ ഗാനങ്ങൾ പാടാൻ അവസരം കിട്ടാതെ മരിച്ചുപോയ ഒരു കലാകാരൻ എന്ന പേരിൽ ഭാവിയിൽ പുള്ളി അറിയപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചീത്തപ്പേര് പാണക്കാട് കുടുംബത്തിൻ്റെ മേൽ വരരുത് എന്ന ആഗ്രഹം കൊണ്ടാണ് ഞാനിത് പറയുന്നത്. സത്യസന്ധമായ ഒരു നിലപാട്, നീതിപൂർവമായ നിലപാട് ലീഗ് നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.